ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. മുന്നണി മാറ്റ ചർച്ചകൾ ജോസ് കെ മാണി തള്ളി. നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും കേരള കോൺഗ്രസ് നിൽക്കുന്നിടത്ത് അധികാരമുണ്ടാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഭിന്നശേഷി സംവരണത്തിലടക്കം വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് സമ്മതിച്ച ജോസ് കെ മാണി JB കോശി റിപ്പോർട്ടിൽ വ്യക്തമായ മറുപടി നൽകിയില്ല. ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ്. അല്ലേ, എവിടെയും ചർച്ച നടത്തിയിട്ടുണ്ടാവില്ല. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ്. അല്ലേ, അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല, കേരള കോൺഗ്രസിൻ്റെ നിലപാട് ഉറച്ചതാണ്, യാതൊരു സംശയവുമില്ല. കൂടുതൽ വിവരങ്ങൾ കോട്ടയത്ത് നിന്ന് ജോസി ബാബു നൽകും. ജോസി, മുന്നണി മാറ്റ വാർത്തകളിൽ എന്താണ് ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയത് മാധ്യമങ്ങളോട്? ദിവ്യ, കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നിലനിന്നിരുന്ന മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുകയാണ് ജോസ് കെ മാണി തന്റെ പ്രതികരണത്തിലൂടെ നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയോടെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് തങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുകയാണ് എന്നാണ് അദ്ദേഹം ആദ്യം പ്രതികരിച്ചത്. കൂടാതെ ഇടതുപക്ഷത്തിനോടൊപ്പം ഉറച്ചു നിൽക്കും, പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതകളില്ല, ഇപ്പോൾ LDF വിടേണ്ട യാതൊരു കാരണവുമില്ല എന്നത് അദ്ദേഹം ആവർത്തിക്കുകയാണ്. സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തിയെന്നുള്ള കാര്യങ്ങളൊക്കെ അടക്കം അദ്ദേഹം തള്ളിക്കളഞ്ഞു. കൂടാതെ പാർട്ടിയിൽ പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിൻ അടക്കമുള്ള നേതാക്കളുമായി അഭിപ്രായ ഭിന്നതകളില്ല, കൂടുതൽ കരുത്തോടെ പാർട്ടി മുന്നോട്ട് പോകും, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എവിടെയൊക്കെയും അല്ലെങ്കിൽ അധികാരം ആർക്ക് വേണമെന്നുള്ള കാര്യത്തിൽ എപ്പോഴും തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ് ആണ് എന്ന നിലയിലാണ് കേരള കോൺഗ്രസിന്റെ ശക്തി. ആ നിലയ്ക്ക് കേരള കോൺഗ്രസിന്റെ അവസാന വാക്ക് പാർട്ടി ചെയർമാനായ താനാണ് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബൈബിൾ വാക്യങ്ങളടക്കം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ജോസ് കെ മാണിയുടെ വിശദമായ പ്രതികരണവും വന്നത്. എന്തായാലും അദ്ദേഹം ചില കാര്യങ്ങളിൽ മൗനം തുടർന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് JB കോശി കമ്മീഷൻ അടക്കമുള്ള അല്ലെങ്കിൽ ഭിന്നശേഷി സംവരണം അടക്കമുള്ള കാര്യങ്ങളിൽ സഭയുടെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദം കേരള കോൺഗ്രസിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായ മറുപടി നൽകാതെ ഒളിച്ചു നിന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. അതേസമയം മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി ജോസ് കെ മാണി നൽകുകയും ചെയ്തു. ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കും, ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി വിട്ട് പുറത്തു പോകേണ്ട സാഹചര്യമില്ല. എന്തായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലടക്കം വിശദമായ ചർച്ചകൾ ഉണ്ടാകും. അഭിപ്രായ ഭിന്നതകളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ആരോഗ്യകരമായ ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെയും പാർട്ടിക്കകത്തുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനെ വലിയ രീതിയിൽ വാർത്തയാക്കി അല്ലെങ്കിൽ അത് അഭ്യൂഹങ്ങളായി കുഴക്കേണ്ട എന്നതാണ് ജോസ് കെ മാണി പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഉടൻ മുന്നണി വിട്ട് UDF-ലേക്ക് ചേക്കേറുകയില്ല എന്നത് തന്നെയാണ് ജോസ് കെ മാണിയുടെ വാർത്തകളിലുള്ളത്, അത് പ്രതികരണങ്ങളിലുള്ളത്. എന്തായാലും ഇത് തൽക്കാലം LDF നേതൃത്വത്തിന് ആശ്വസിക്കാമെങ്കിലും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റിയിലടക്കം ചൂടേറിയ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് എന്തായാലും ഇടതുമുന്നണിയിൽ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ജോസ് കെ മാണി. വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത്.